കുറച്ച് നാൾ മുന്നേ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. പാസഞ്ചർ ഓട്ടോകളിലെ ചരക്ക് സാധനങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഫൈൻ കിട്ടും. ആദ്യം 3000 രൂപ, രണ്ടാമത് ആവർത്തിച്ചാൽ 7500 രൂപ. ഇങ്ങനെയായിരുന്നു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. ഈ ഒരു നിയമം വന്നതിന് ശേഷം എൻ്റെ അറിവിൽ ആർക്കും ഇങ്ങനെ ഒരു ഫൈൻ കിട്ടിയതായിട്ട് പറഞ്ഞു കേട്ടിട്ടില്ല. നിങ്ങളുടെ സ്റ്റാൻഡിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആർക്കെങ്കിലും ഇങ്ങനെ ഫൈൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞങ്ങളുടെ സ്റ്റാൻഡിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു ഓട്ടോക്കാരൻ സിമെന്റ് എടുത്തു. 2-3 ചാക്ക് സിമെന്റ് എടുത്തപ്പോൾ അത് ഗുഡ്സുകാർ കണ്ടിട്ട് പോയിട്ട് പ്രശ്നമാക്കി. അവർ തമ്മിൽ വലിയ പ്രശ്നങ്ങളായി, അടിയും പിടിയൊക്കെ ആയി. അത് സ്റ്റേഷനിലെത്തി. അതുപോലെ തന്നെ ആ സ്റ്റാൻഡിലുള്ള ഗുഡ്സുകാരെയും നമ്മൾ ഓട്ടോക്കാരെയും മൊത്തം സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. RTOയും വന്നിട്ടുണ്ടായിരുന്നു, പോലീസുകാരും ഉണ്ടായിരുന്നു. സ്റ്റേഷനിൽ വെച്ച് ഇത് ചർച്ച ചെയ്ത് പരിഹരിക്കുകയാണ് ചെയ്തത്. അന്നേരം ഞങ്ങളോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് നിങ്ങൾ തമ്മിൽ സംസാരിച്ച് ഒരു ധാരണയിലെത്തുക. അന്ന് ആ സിമെന്റ് എടുത്ത പ്രശ്നത്തിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അവർക്ക് ഫൈൻ കൊടുത്തോ അല്ലെങ്കിൽ അവർ തമ്മിൽ എങ്ങനെ ഒത്തുതീർപ്പായ എന്നുള്ളതൊന്നും അറിയില്ല. ഞങ്ങളെ വിളിപ്പിച്ച് എന്തിനാന്ന് വെച്ചാൽ, ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ തമ്മിൽ, അതായത് ഗുഡ്സുകാരും പാസഞ്ചർ ഓട്ടോക്കാരും തമ്മിൽ ഒരു ധാരണയിലെത്തുക. എന്നിട്ട് മുന്നോട്ട് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാനാണ് അന്ന് പറഞ്ഞത്. അതൊരു 3-4 വർഷം മുന്നെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ അന്ന് എത്തിയൊരു തീരുമാനം എന്താ വെച്ചാൽ, ഗുഡ്സുകാർ ഞങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒരു 3 ചാക്ക് വരെ മാക്സിമം. ഇപ്പോൾ ഒരു ചാക്ക് സിമെന്റോ അല്ലെങ്കിൽ ഒരു ചാക്ക് കാലിത്തീറ്റയോ അങ്ങനെയൊക്കെ ആൾക്കാർ വരുമ്പം ഗുഡ്സ് വിളിച്ച് പോകുന്ന ഒരു ബുദ്ധിമുട്ടാണെന്ന് അവർക്കും അറിയാം. അതുകൊണ്ട് മാക്സിമം ഒരു 3 ചാക്ക് സാധനം വരെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഓട്ടോറിക്ഷക്കാരെടുത്തോ, അതിന് ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷേ ഒരുപാട് എടുക്കാൻ പാടില്ല. ഇപ്പോൾ ഈ ഒരു 5 ചാക്കൊക്കെ ഉണ്ടെങ്കിൽ 2 ട്രിപ്പായിട്ട് എടുക്കാൻ പാടില്ല. അങ്ങനെയൊന്നും ചെയ്യരുത്. അത് അവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് അവർ പറയുന്ന ന്യായം തന്നെയാണ്. കാരണം നമ്മുടെ സ്റ്റാൻഡിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. 5, 6, 8 ചാക്കൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് ഈ പ്രശ്നം ആയതും കേട്ടോ. അതുപോലെ തന്നെ ഈ ചാക്കുകളൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ന്യായമായിട്ടുള്ളൊരു വാടകയും മേടിക്കുക. അതായത് ഓവർ ആവാതെയും അതുപോലെ തന്നെ തീരെ കുറയാതെ, നോർമൽ വാടകയല്ലാതെ പാസഞ്ചറിനും അതുപോലെ തന്നെ ഓട്ടോക്കാരനും നഷ്ടമില്ലാത്ത രീതിയിൽ ഗുഡ്സുകാരുമായിട്ട് സഹകരിച്ച് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതായിരുന്നു ഇത്രയും കാലം. അതിന് ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ അപ്പോഴും പോലീസുകാരുടെ അടുത്തുനിന്നും RTOയുടെ അടുത്തും നമുക്ക് കിട്ടിയതെന്ന് വെച്ചാൽ, നിങ്ങൾ പരസ്പരം ധാരണയായിട്ട് എടുക്കാം. അത് നിയമപരമായിട്ട് സപ്പോർട്ട് ഉണ്ടാവില്ല. എന്തെങ്കിലും തരത്തിൽ നിങ്ങളെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ പാസഞ്ചർ വണ്ടിയിൽ ലോഡുമായിട്ട് പോകുന്ന കാണുകയാണെന്നുണ്ടെങ്കിൽ, ആ സമയം ഏത് ഉദ്യോഗസ്ഥനാണോ അവർക്ക് വേണമെങ്കിൽ ഫൈൻ ഇട്ട് തരാം. അന്നേരം അത് പെർമിറ്റ് വയലേഷൻ ആയിട്ട് 3500 രൂപ ഫൈൻ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ 1 ചാക്ക് 2 ചാക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ ഫൈൻ ഇട്ട് തരാറില്ല. അതുപോലെ തന്നെ ഈ ഗുഡ്സുകാർ ഫോട്ടോ എടുത്ത് അയക്കുകയോ, ഇത് ഒരു ബുദ്ധിമുട്ടാണ്, നമുക്ക് പണിയില്ല എന്നുള്ളൊരു കാര്യത്തിൽ അങ്ങനെ ഒരു കംപ്ലൈന്റ് വരികയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഫൈൻ ഇട്ട് തരാം എന്നാണ് അന്ന് അവിടുന്ന് ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളോട് പറഞ്ഞത്. അതിനുശേഷം ഞങ്ങളുടെ സ്റ്റാൻഡിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ന്യായമായ രീതിയിലുള്ള ലോഡുകൾ മാത്രമേ എടുക്കലുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും പിന്നെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു നിയമം കൂടെ നിലവിൽ വന്നുകൊണ്ട് ഉറപ്പായിട്ടും ഞാൻ പറയുന്നു, ഇതിപ്പോ നിലവിൽ വന്നു എന്നല്ല, ഓൾറെഡി ഇത് നിലവിലുണ്ട്. ഈ പാസഞ്ചർ വണ്ടിയിൽ ലോഡ് എടുത്തു കഴിഞ്ഞാൽ അത് പെർമിറ്റ് വയലേഷൻ നമുക്ക് ഫൈൻ കിട്ടും. ഇത്രയും കാലം അത് ശ്രദ്ധിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ലോഡ് എടുക്കുന്നവർ ശ്രദ്ധിക്കുക. ആരെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്താൽ പോലും പണി കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ഒരു ന്യായമായിട്ടുള്ള ലോഡൊക്കെ എടുത്ത് പോവുക. പിടിക്കപ്പെട്ട് പോയി കഴിഞ്ഞാൽ 3000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓട്ടത്തിന് എന്തായാലും കൂടിപ്പോയി 500 രൂപേൻ്റെ ഓട്ടം ഉണ്ടാവുള്ളൂ. വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട. പണി കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് കേൾച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഫൈൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് പറയുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ.